നമസ്കാരം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും. നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത്. സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത്. 2016 നവംബർ 25 ആയിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. ഇപ്പോഴത്തെ മുമ്പൊരു അഭിമുഖത്തിൽ ലാൽ ജോസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. മുമ്പൊരിക്കൽ ചന്ദ്രനുദിക്കുന്ന ദിക്കിന്റെ സെറ്റിൽ നടന്ന രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ലാൽ ജോസ് പറയുന്നത്. കുഞ്ചാക്കോ ബോബൻ ഉദയ കുടുംബത്തിൽ നിന്നും വരുന്ന സുന്ദരനായ യുവാവ്. ആദ്യ സിനിമ സൂപ്പർ ഹിറ്റ്. ഒരു കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും യുവതികളുടെയും ഒക്കെ സ്വപ്ന കാമുകൻ കുഞ്ചാക്കോ ബോബനായിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ അതേ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ദിലീപാണ്. കുഞ്ചാക്കോ ബോബന്റെ വരവോടെ ദിലീപിന്റെ പ്രഭ അല്പം മങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത്. ഒരിക്കൽ നിനക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള നായകൻ ആരാണെന്ന് കാവ്യ മാധവനോട് ദിലീപ് ചോദിച്ചു. മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറഞ്ഞ പിന്നെ തന്റെ പേര് പറയുമെന്ന് വിചാരിച്ചാണ് ചോദിക്കുന്നത്. അവൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു കുഞ്ചാക്കോ ബോബൻ എന്ന്. ഞങ്ങൾ അത് പറഞ്ഞ് ദിലീപിനെ കളിയാക്കുമായിരുന്നു. വല്ല കാര്യവുമുണ്ടോ? ഞാനൊരു പുതുമുഖ നായികയുടെ കൂടെ സ്ട്രെയിൻ ചെയ്ത് അഭിനയിക്കുകയാണ്, എന്നിട്ട് അവൾക്ക് ഇഷ്ടം കുഞ്ചാക്കോ ബോബനെയാണെന്ന് പറഞ്ഞ് ദിലീപും കളിയാക്കുമായിരുന്നു എന്നുമാണ് ലാൽ ജോസ് പറഞ്ഞത്. ദിലീപ് 1992-ലും കുഞ്ചാക്കോ ബോബൻ 1997-ലുമാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. രണ്ടു യുവതാരങ്ങളും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിനായി അന്നത്തെ ചില സംവിധായകർ ശ്രമിച്ചിരുന്നു. പരിശ്രമങ്ങളും പാളിയതിനു ശേഷം ദോസ്തിലൂടെ തുളസിദാസാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത്. ദോസ്തിൽ ദിലീപിനെയും കുഞ്ചാക്കോ ബോബനെയും അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംവിധായകൻ തുളസിദാസ് നേരത്തെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ദിലീപുമായി സഹകരിക്കാൻ കഴിയാത്തത് കാരണം ദോസ്തിനു മുമ്പ് 2 സിനിമകൾ കുഞ്ചാക്കോ ബോബൻ ഒഴിവാക്കിയതിനെ കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മായപ്പൊന്മാൻ എന്ന സിനിമ ചെയ്യുമ്പോൾ ദിലീപും ഒരു ഹീറോ ഇമേജിലേക്ക് വന്നിട്ടില്ല. ആ അവസരത്തിലാണ് അദ്ദേഹത്തെ മായപ്പൊന്മാനിലേക്ക് വിളിക്കുന്നത്. ആ ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ദോസ്തിലെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ വ്യക്തമാക്കിയപ്പോൾ തന്നെ ആ വേഷം തനിക്ക് ചെയ്യണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ദിലീപ് എന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കുഞ്ചാക്കോ ബോബനെ കണ്ട് കഥ പറയുന്നതെന്നും തുളസിദാസ് പറയുന്നു. കുഞ്ചാക്കോ ബോബനും ദിലീപും ഒരുമിച്ച് അഭിനയിക്കാൻ മടിച്ചു നിന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അതിനു മുമ്പ് ലോഹിതദാസിന്റെയും രാജസേനന്റെയും പടങ്ങളിലേക്ക് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചിരുന്നെങ്കിലും ദിലീപ് ഉള്ളതുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ ചെയ്തില്ല. എന്നാൽ ദോസ്തിനു വേണ്ടി കുഞ്ചാക്കോ ബോബനുമായും അദ്ദേഹത്തിന്റെ അച്ഛനുമായും സംസാരിക്കുകയായിരുന്നെന്നും തുളസിദാസ് പറഞ്ഞിരുന്നു.